നിറഞ്ഞ ഹിമയുഗങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം പ്രധാനപ്പെട്ട ഒരു 5 ഹിമയുഗങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്രയോജനിയൻ, ഹ്യൂറോണിയൻ, ആൻഡിയൻ സഹാറൻ, ലേറ്റ് പാലിയോസോയിക്, പിന്നീട് ക്വാട്ടർണറി ഐസ് ഏജ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 5 ഹിമയുഗങ്ങളെങ്കിലും ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ 1/3 ഭാഗവും മഞ്ഞുകളാൽ അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സാൽ മൂടപ്പെട്ട ഒരു അവസ്ഥയാണിത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. ഈ സ്റ്റഡിയിൽ പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഹിമയുഗങ്ങൾ വളരെ ക്രമരഹിതമായിട്ടല്ല ഉണ്ടാകുന്നതെന്നും അതിന് വ്യക്തമായ ഒരു പാറ്റേൺ ഉണ്ടെന്നും പറയുന്ന ഒരു സ്റ്റഡി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, വളരെ വലിപ്പമുള്ള മെഗാഫോണുകൾ അല്ലെങ്കിൽ മെഗാഫോണുകൾ അല്ലെ വളരെ വലിപ്പമുള്ള വൂളി മാമത്തുകള്, ജെയിൻ ബേവേഴ്സ്, സേബർ ടൂത്ത് കാറ്റ്സ് തുടങ്ങിയ വലിയ ജീവികളൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് മിക്കവാറും ജീവികളെല്ലാം തന്നെ വംശനാശം സംഭവിച്ചു പോയി. ആ ഒരു കാലഘട്ടത്തിലുണ്ടായ പാരിസ്ഥിതികമായിട്ടുള്ള മാറ്റങ്ങൾ മൂലവും മനുഷ്യരുടെ വേട്ടയാടലുകൾ മൂലവും ഒക്കെ നശിച്ചു പോയെന്നാണ് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഇത്തരത്തിലുണ്ടായ